ബയോളജിയിൽ നിന്നും അപ്ലിക്കേഷൻ ലെവൽ ചോദ്യമോ? അതേ മക്കളെ, ബയോളജി അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വളരെ കുറവാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് പരീക്ഷയ്ക്ക് ഷുവർ ഷോട്ടാണ്. മക്കളെ നോക്കിക്കേ, നമ്മുടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒരു ലെൻസിൻ്റെ, ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസ് 40x ആവർത്തന ശേഷിയും അതുപോലെ തന്നെ അതിൻ്റെ ഐ പീസ് 10x സൂമിംഗ് ആണ് തരുന്നതെങ്കിൽ ആ ഫുൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ടോട്ടൽ ആവർത്തന ശേഷി എന്ത്, മാഗ്നിഫിക്കേഷൻ എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തന ശേഷി കാണാനുള്ള ഇക്വേഷൻ എന്താടാ? ഐ പീസിൻ്റെ സൂമിനെ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ സൂമുമായിട്ട് ഒന്ന് ജസ്റ്റ് ഗുണിച്ച് നോക്കിയാൽ മതി. നമുക്ക് വളരെ സിമ്പിൾ ഉത്തരം കണ്ടെത്താം അല്ലേ. നമുക്ക് ഐ പീസിൻ്റെ 10x ആണ് ഇൻറ്റു ഒബ്ജക്റ്റിന് 40 ആകുന്നു. എത്രയാണ് 40ഉം 10 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. 400x ആണ് ഇവിടുത്തെ ഈ പറയപ്പെട്ട മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറഞ്ഞാൽ. ഇതിൽ ബി ക്വസ്റ്റ്യൻ നോക്കടാ, ഏതോ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി 1000 ആണെന്ന് തന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കാണാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ കാണാൻ പറഞ്ഞു. വളരെ സിമ്പിളാണടാ. നമുക്ക് കിട്ടിയ ഈ 400 ഇല്ലടാ, ഈ സ്ഥാനത്ത് നമുക്ക് എന്താണ് 1000 ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ്, ഈ 40ൻ്റെ സ്ഥാനത്ത് ആരാണ് വരിക എന്ന് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നോ പ്രോബ്ലം. ഈ 100 അങ്ങോട്ട്, ഈ 10 എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുപോവുക. ബേസിക് മാത്തമാറ്റിക്സ് ആണ് അല്ലേ. എത്ര വരും ഇവിടെ? 10ഉം 0 കട്ട് ചെയ്ത് പോയാൽ 100x എന്ന് വരും. അഥവാ 100x ആണ് ഇവിടെ ഈ പറയപ്പെട്ട മൈക്രോസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളാണ്, പക്ഷേ കുറച്ച് മാത്സ് അറിയണം എന്നുള്ളൂ കേട്ടോ. അപ്പോൾ സോമക്കൽസ് ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കിട്ടാൻ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ദെൻ A+ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോമക്കൽസ് ഓൾ ദി ബെസ്റ്റ്.